അടുത്ത ക്വസ്റ്റ്യൻ, there are m blue marbles and n red marbles on a table. Aman and Babida, A and B. Okay, Aman and Babida play a game by taking turns. In each turn, the player has to pick a marble of the color of his or her choice. Arman starts first, and the player who picks the last red marble wins. For how many choices of ordered pair m and n with m and n between 1 and 11 can Arman force a win? അതായത് ഒരു ടേബിളിൽ എം ബ്ലൂ മാർബിൾസും എൻ റെഡ് മാർബിൾസും ഉണ്ട്, വിച്ച് മീൻസ് ബേസിക്കലി യു ക്യാൻ സീ വാട്ട്സ് ദർ. അങ്ങനെ അമാനും ബബിതയും കൂടി ഇവർക്ക് ഇഷ്ടമുള്ള മാർബിൾ പിക്ക് ചെയ്യാണ്. ഇത് നമ്മൾ ബാസ്ക്കറ്റിൽ നിന്ന് റാൻഡംലി മാർബിൾ പിക്ക് ചെയ്യുന്നതല്ല, നോക്കി തന്നെ എടുക്കുന്നതാണ്. ഓക്കെ, ചോയ്സിനനുസരിച്ച് എടുക്കുകയാണ്. അമാൻ സ്റ്റാർട്ട്സ് ഫസ്റ്റ്, അമൻ ആദ്യം എടുക്കുന്നു. എന്നിട്ട് ആരാണോ അവസാനത്തെ റെഡ് മാർബിൾ പിക്ക് ചെയ്യുന്നത്, ദേ വിൽ വിൻ. അവസാനത്തെ റെഡ് മാർബിൾ എടുക്കുന്ന ആളാണ് ജയിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എമ്മിന്റെയും എന്നിന്റെയും വാല്യൂ എന്താവണം ബിറ്റ്വീൻ 1 and 11 സോ ദാറ്റ് അമാൻ ക്യാൻ ഫോഴ്സ് എ വിൻ. അതായത് അമാൻ ജയിക്കണം, അമാൻ ഷുഡ് ഫോഴ്സ് എ വിൻ. അമാനും ബബിതയും ഇത് ചെയ്യുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവസാനത്തെ റെഡ് മാർബിൾ എടുക്കണം. അങ്ങനെ അവസാനത്തെ റെഡ് മാർബിൾ ആരെടുക്കുന്നോ ഇവനാണ് ജയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇമാജിൻ ഒറ്റ റെഡ് മാർബിളേ ഉള്ളൂ. അപ്പൊ അമാൻ ജയിക്കാൻ എന്ത് ചെയ്താൽ മതി? അമാനാണല്ലോ ആദ്യം എടുക്കുന്നത്. അമാൻ ആ റെഡ് മാർബിൾ എടുത്താൽ അമാൻ ജയിച്ചു. Because he is the one picking that last red marble. There is only one red marble. He picks that first and he is also trying to... Aman is forcing a win. അമാൻ ജയിക്കാൻ നോക്കുകയാണ്. അതേപോലെ തന്നെ അപ്പുറത്തുള്ള ബബിതയും ജയിക്കാൻ നോക്കുകയാണ്. കാരണം ഇവർക്ക് ചോയ്സിനനുസരിച്ച് എടുക്കാമല്ലോ. അപ്പൊ ആരായാലും ജയിക്കാനല്ലേ നോക്കുള്ളൂ ഈ ഗെയിമില്. ഇപ്പോ ഒറ്റ റെഡ് മാർബിളേ ഉള്ളൂ, 10 ബ്ലൂ മാർബിൾസ് ഉണ്ട്. അമാൻ പോയി ബ്ലൂ എടുത്താൽ ബബിത റെഡ് എടുത്താൽ ബബിത ജയിച്ചല്ലോ. അപ്പോൾ ഇവർ രണ്ടാളും ജയിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. സോ അമാൻ ഷുഡ് പ്ലേ ഇൻ സച്ച് എ വേ ദാറ്റ് അമന് അവസാനത്തെ റെഡ് മാർബിൾ കിട്ടണം. ആ രീതിയിലാണ് അമൻ കളിക്കേണ്ടത്. ആൾസോ ബബിത ആണെങ്കിലും ഇസ് ട്രൈങ് ടു വിൻ. സോ അമൻ ഷുഡ് ഫോഴ്സ് വിൻ. അപ്പൊ അമനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ റെഡ് മാർബിൾസിന്റെയും ബ്ലൂ മാർബിൾസിന്റെയും എണ്ണം എന്തായിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അമന് ജയിക്കാൻ കംഫർട്ടബിൾ ആയിട്ട് ഒരു വിൻ ഫോഴ്സ് ചെയ്യാൻ പറ്റണമെങ്കിൽ വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് എം ആൻഡ് എൻ? അപ്പൊ ആദ്യം നമുക്ക് റെഡ് മാർബിൾസിന്റെ എണ്ണം n1 ആണെന്ന് വിചാരിക്കുക. n1 ആണെങ്കിൽ അമാൻ എന്തായാലും ജയിക്കും. അമാനാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. ഒറ്റ റെഡ് മാർബിളേ ഉള്ളൂ. അമാൻ അതെടുത്താൽ അമാൻ ജയിച്ചു. എങ്ങനെ പോയാലും അമാൻ അതിൽ ജയിക്കാൻ പോകുന്നുള്ളൂ ഇഫ് അമാൻ ആദ്യം റെഡ് എടുക്കണം. അപ്പൊ ഈ കേസിൽ അമൻ എന്തായാലും അമാൻ ജയിക്കാൻ പോകും. സോ എമ്മിന്റെ വാല്യൂ എനി വാല്യൂ, എമ്മിന് എന്ത് വാല്യൂ വേണമെങ്കിലും ആവാം. ഈ കേസിൽ ഒരു തരത്തിലും അർപ്പിത ജയിക്കാൻ പോകുന്നില്ല. സോ എം ക്യാൻ ബി എനി വാല്യൂ. എം ഹാസ് 11 വാല്യൂസ്. അപ്പൊ n ഈക്വൽ ടു 1 ആണെങ്കിൽ എം ക്യാൻ ബി എനിത്തിങ്. ഇൻ ദീസ് 11 കേസസ് അമാൻ ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു വിൻ. ഈ 11 കേസിലും അമാൻ ആദ്യം പോയി റെഡ് എടുത്തിട്ട് അമാൻ ജയിക്കും. ഇനി n ഈക്വൽ ടു 2 ആണെങ്കിൽ, അതായത് റെഡ് മാർബിൾസിന്റെ എണ്ണം 2 ആണ്. അപ്പൊ അമാൻ ചാടി കയറി ആദ്യത്തെ ഡ്രോ എടുക്കുമ്പോൾ അമാൻ റെഡ് എടുക്കാൻ പാടില്ല. അപ്പൊ അർപ്പിത രണ്ടാമത്തെ റെഡ് എടുത്തിട്ട് അർപ്പിത ജയിക്കും. അപ്പൊ അമാൻ എന്ത് ചെയ്യണം? അമൻ ഷുഡ് ഫോഴ്സ് അർപ്പിത ടു ടേക്ക് ദാറ്റ് റെഡ് മാർബിൾ. അമൻ അർപ്പിതനെ ഈ ഫസ്റ്റ് റെഡ് മാർബിൾ എടുക്കാൻ ഫോഴ്സ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അമൻ ക്യാൻ ടേക്ക് ദ സെക്കൻഡ് റെഡ് മാർബിൾ ആൻഡ് വിൻ. സോ അമൻ ചെയ്യേണ്ടത്, അമൻ ഷുഡ് ഫോഴ്സ് അർപ്പിത ടു ടേക്ക് ദാറ്റ്, ബബിത ടു ടേക്ക് ദാറ്റ് ഫസ്റ്റ് റെഡ് മാർബിൾ. അങ്ങനെ ബബിത ഈ ഫസ്റ്റ് റെഡ് മാർബിൾ എടുക്കാൻ ഫോഴ്സ്ഡ് ആവണമെങ്കിൽ ആ ബ്ലൂ മാർബിൾ എന്ത് ചെയ്യണം? ബ്ലൂ മാർബിൾ ഇവരെടുത്ത് തീർക്കണം. അങ്ങനെ ബ്ലൂ മാർബിൾ ഇവരെല്ലാം എടുത്ത് തീർക്കുന്നു. എന്നിട്ട് ബബിതയാവണം ഫസ്റ്റ് റെഡ് മാർബിൾ എടുക്കേണ്ടത്. അപ്പൊ അമൻ ചെന്നിട്ട് എന്ത് ചെയ്യും? ബ്ലൂ മാർബിൾ എടുക്കും. ബബിതയും ബ്ലൂ മാർബിൾ എടുക്കും. അങ്ങനെ ഇവരിങ്ങനെ ബ്ലൂ മാർബിൾ എടുത്തിട്ട് ഈ ബ്ലൂ മാർബിൾ തീരേണ്ടത് ആരുടെ ടേണിലായിരിക്കണം? അമനിന്റെ ടേണിലായിരിക്കണം. അമനല്ല, അർമാൻ. ബ്ലൂ മാർബിൾ തീരേണ്ടത് അർമാന്റെ ടേണിലായിരിക്കണം. അപ്പൊ അതിനർത്ഥം ബ്ലൂ മാർബിളിന്റെ എണ്ണം എന്തായിരിക്കണം? ഓടായിരിക്കണം. അങ്ങനെ എന്നാലല്ലേ അർമാന്റെ ടേമിൽ അത് തീരുള്ളൂ. അങ്ങനെ ബ്ലൂ മാർബിൾ ഒരു ഓഡ് നമ്പർ ആയാൽ അർമാനിന്റെ ടേണിൽ ആ ബ്ലൂ മാർബിൾ തീരും. Now ബബിത will be forced to take that first red marble. അങ്ങനെ ബബിത ഫസ്റ്റ് റെഡ് മാർബിൾ എടുക്കുന്നു, അമൻ രണ്ടാമത്തെ റെഡ് മാർബിൾ എടുന്ന് ജയിക്കുന്നു. അപ്പൊ അങ്ങനെ ആവണമെങ്കിൽ എം ഷുഡ് ബി ഓഡ്. അപ്പൊ 1നും 11നും ഇടയിലുള്ള ഓഡ് വാല്യൂസ് ആയിരിക്കണം എം. സോ യു ഹാവ് 5 വാല്യൂസ്, 5 കേസസ്. ഇങ്ങനെ 5 കേസ് ഉണ്ടാവും. 5 അല്ല, 6 കേസ്. there will be 6 കേസ്. ഈ 6 കേസിൽ അമൻ ജയിക്കും. ഇനി n ഈക്വൽ ടു 3 ആണെങ്കിൽ
n ഈക്വൽ ടു 3 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതേപോലെ അപ്പൊ അമൻ ആയിരിക്കണം ഈ മൂന്നാമത്തത് എടുക്കേണ്ടത്. സോ അമൻ ഷുഡ് സ്റ്റാർട്ട് ടേക്കിംഗ് ദാറ്റ് ഫസ്റ്റ് റെഡ് മാർബിൾ. അമൻ ആ ഫസ്റ്റ് റെഡ് മാർബിൾ എടുക്കണം. അതായത് ആദ്യം ഇവർ ബ്ലൂ മാർബിൾസിനെ തീർക്കാനാവും നോക്കുക. എന്നിട്ട് അമൻ എന്ത് ചെയ്യണം? അമൻ ആ ഫസ്റ്റ് റെഡ് മാർബിൾ എടുക്കണം. സോ അർപ്പിത വിൽ ബി ഫോഴ്സ് ടു ടേക്ക് ദാറ്റ് സെക്കൻഡ് റെഡ് മാർബിൾ. അങ്ങനെ അമന്റെ മൂന്നാമത്, അർപ്പിത അല്ല ബബിത. അങ്ങനെ അർമൻ കാൻ ടേക്ക് ദ തേർഡ് വൺ. അപ്പൊ ആര് ഇത് എക്സോസ്റ്റ് ചെയ്യണം? ബ്ലൂ മാർബിൾസ് ആര് തീർക്കണം? ബബിത തീർക്കണം. ബ്ലൂ മാർബിൾസ് ബബിത തീർക്കണം. സോ അർമൻ ക്യാൻ ടേക്ക് the first red marble, Babida is going to take the second red marble, Arman will take the third one and Arman will win. So m ന്റെ വാല്യൂ ബബിത ആയിരിക്കണം ബ്ലൂ മാർബിൾ തീർക്കേണ്ടത്. സോ ബബിത തീർക്കണം എന്നുണ്ടെങ്കിൽ m should be an even value. m ഒരു ഈവൻ വാല്യൂ ആവണം. സോ m has 5 values here, so 5 cases, 5 കേസ്. ഇനി ഇത് തന്നെയാണ് n ഈക്വൽ ടു 3 ആവുമ്പോഴും സംഭവിക്കാൻ പോവാ, n ഈക്വൽ ടു 4 ആവുമ്പോഴും. അപ്പൊ m ന്റെ വാല്യൂ ഓഡ് ആയിരിക്കണം. n ഈക്വൽ ടു 4 ആണെങ്കിൽ ബബിത ഫസ്റ്റ് റെഡ് മാർബിൾ എടുക്കണം. അപ്പൊ m ന്റെ വാല്യൂ ഷുഡ് ബി ഓഡ്, അഗെയിൻ 6. ഇനി n ഈക്വൽ ടു 5 ആവുമ്പോൾ m ഷുഡ് ബി ഈവൻ 5. ഇങ്ങനെ പോകും. n ഈക്വൽ ടു 11 ആവുമ്പോഴോ ഇതാ ഇവിടെ ഈവൻ ആവുമ്പോൾ അപ്പുറത്ത് 6 ആണ്. അപ്പൊ n ഈക്വൽ ടു 11 വരെ പോകും. സോ ഹിയർ ഇറ്റ് വിൽ ബി 5. n ഈക്വൽ ടു 10 ആവുമ്പോൾ ഹിയർ ഇറ്റ് വിൽ ബി 6. ഇറ്റ് വിൽ ബി 6. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 2 ആൻഡ് ഗോസ് അപ് ടു 11. ഇത്രയും കേസ് 6, 5. ആ 6 + 5 എത്ര പ്രാവശ്യം ഉണ്ടാവും? അത് 5 പ്രാവശ്യം ഉണ്ടാവും. ആൻഡ് ദർ വിൽ ബി ആൻ 11. അപ്പോൾ 11 × 5 + 11, 66 ആണ് ആൻസർ. ദർ വിൽ ബി 66 such ordered pairs m and n in which Arman can force a win.